നമസ്കാരം. കെ.എസ്. കിസാമറിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊന്ന് 2 ഇത് 2 അടി നീളമുള്ള ഒരു പെട്ടിയാണ്. അതുപോലെ ഇത് 2 പുളപ്പുള്ള പെട്ടിയുമാണ്. അപ്പം ഈ പുളപ്പിൽ 2 പുളപ്പിലും നല്ലപോലെ നിറച്ചു തേനും പൂമ്പൊടിയും മുട്ടയും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ വശത്ത് ഇരിക്കുന്ന മുട്ടകൾ അതിൻ്റെ തേനാണ് തൊട്ടിപ്പുറത്തിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്നത് ഇപ്പുറത്തും ഉണ്ടായിരുന്നു, ഈ കാണുന്നത് ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഇത് നിറവെട്ടിയാണ്. അപ്പം അത് നിങ്ങൾക്ക് കാണാം, ഇത്രയും പൊങ്ങിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെയാണ്. അതുപോലെ ഇവിടെ നമ്മൾ ഒരു ചാല് തീർത്തിട്ടുണ്ട് ഇപ്പം തന്നെ. കാരണം നമ്മൾ റാണി വരുന്നത് കണ്ടോണ്ട് തന്നെ നമ്മൾ ചാല് തീർത്തു. കാരണം റാണി പെട്ടെന്ന് ഓടി എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ തേനെടുക്കുമ്പോൾ തന്നെ നമുക്ക് റാണിയെ നമുക്ക് സ്പോട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തേനെടുക്കാനും സാധിക്കും. അപ്പോൾ തേനെടുക്കുമ്പോൾ റാണി അങ്ങോട്ട് വരില്ല. ഇനി നമുക്കിങ്ങനെ മുട്ടകൾ ഇങ്ങനെ കിള്ളി നോക്കണം. ഇങ്ങനെ മുട്ടകൾ കിള്ളി നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റാണി മുട്ട ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് വെക്കാം. ഇപ്പോൾ നമുക്ക് ഇപ്പുറത്ത് കാണാം ഒരു റാണി മുട്ട, ഇതുപോലെ 2 റാണി മുട്ട ഇവിടെയും കാണാം. അതുപോലെ ഈ മുട്ടകൾ നമ്മളെടുത്ത് നമ്മൾ പെട്ടിക്കകത്തോട്ട് വെച്ചിട്ട് വീണ്ടും പരിശോധിക്കുന്നു. അതുപോലെ നമ്മളിവിടെ പൂമ്പൊടിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ഈ മുട്ട ഇളക്കിയെടുക്കണം. അപ്പം മുട്ട ഇളക്കിയെടുക്കുമ്പോൾ അതിനകത്ത് റാണി വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇതിൽ കാണുന്ന റാണി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇതിൽ കാണുന്ന നമ്മൾ റാണി മുട്ട ആദ്യം കണ്ടായിരുന്നു, അതും നമ്മൾ മുറിച്ച് എടുത്ത ശേഷം നമുക്ക് നമ്മളുടെ പെട്ടി നിലവിൽ പിരിക്കാൻ വെച്ചിരിക്കുന്ന പെട്ടിയുടെ മുൻവശത്ത് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് കാലും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തേന് പൊട്ടി ഒഴുകി അകത്തൂടെ പോവുകയാണെങ്കിൽ ഈച്ചയ്ക്ക് യാതൊന്നും ഡാമേജും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ കാലിൽ നിർമ്മിക്കുന്നത്. മാത്രമല്ല മുട്ടകളൊക്കെ ഇതുപോലെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഈ പെട്ടിയുടെ ഫ്രണ്ട് വശത്ത് നമുക്കിത് ഫിറ്റാക്കി കൊടുക്കാം. ഈ ഫ്രണ്ട് വശത്ത് ഫിറ്റാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഈച്ചകൾ വേഗത്തിൽ വന്ന് കയറാൻ വേണ്ടിയാണ്. അതുപോലെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് വിരിയാറായ മുട്ടയും റാണി മുട്ടയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഒരു റാണി മുട്ട കൂടെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റേ റാണി മുട്ട വിരിഞ്ഞില്ലേ തന്നെ ഈ റാണി മുട്ട കൊണ്ട് വിരിഞ്ഞ് ആയിക്കോളും. ചെറുതനച്ചുകൂട്ടിൽ 1 or 2 റാണി മുട്ട വെച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല, അത് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ നമ്മൾ ആദ്യം തന്നെ അടത്തിയെടുത്ത വാതിൽ അത് ഇതിൻ്റെ മുൻവശത്ത് നമ്മൾ പുതിയ പെട്ടിയിൽ വെച്ച് കൊടുക്കും. കാരണം പുതിയ പെട്ടിയിൽ എപ്പോഴും ഈച്ചയ്ക്ക് കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ വാതിൽ വെക്കുന്നതോടുകൂടി തന്നെ ഈച്ചകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ പെട്ടിയിൽ കയറും. അതിനാണ് നമ്മൾ പുതിയ പെട്ടിയുടെ മുൻവശത്ത് നമ്മൾ ഇതുപോലെ വാതിൽ വെക്കും. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് തേൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. തേൻ കട്ട് ചെയ്തെടുക്കുമ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ദ്വാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈച്ചകളും ഇതിനകത്ത് വരത്തില്ല. അപ്പോൾ നമുക്ക് മോൾവശത്തുള്ള ഭാഗങ്ങൾ ഇതുപോലെ നമുക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 കിലോളം തേൻ തന്നെ ഇത് നമുക്ക് ഉണ്ട്. നമുക്കിതെടുത്ത് ഇതിനകത്തോട്ട് മാറ്റി വെക്കാം. കേട്ടോ, 1/4 കിലോളം തേനുണ്ട്. ഇനി നമ്മുടെ ഈ പെട്ടിയുടെ സൈഡ് വശങ്ങളിൽ, അതായത് ഈ സൈഡ് വശങ്ങളിൽ നമ്മൾ ഒരിക്കലും ഇതുപോലെ തന്നെ നടത്തിയെടുക്കാൻ ശ്രമിക്കരുത്. കാരണം അവിടെ കുഞ്ഞീച്ചകളുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം ചെത്തി ഇതിനകത്തോട്ട് തേനകത്തോട്ട് പോകും. അതുപോലെ നമ്മൾ ഇതുപോലെ തുണി കെട്ടിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അതുപോലെ ഇതുപോലെ നമ്മൾ സൈഡ് ഇതുപോലെ പൊട്ടിച്ച് കൊടുക്കണം. സൈഡ് പൊട്ടിച്ച് അരിഞ്ഞരിഞ്ഞ് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ഈച്ച പോലും നമുക്ക് കൊല്ലാതെ നമുക്ക് തേനെടുക്കാൻ സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് പൂമ്പൊടി കലരാതെ നമ്മൾ തേനെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം പൂമ്പൊടി കലർന്നിട്ടുണ്ടെങ്കിൽ തേൻ കേടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഊറി വരും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് തേൻ കേടായതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും തേനെടുക്കുമ്പോൾ പൂമ്പൊടി കലരാറുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ പൂമ്പൊടി കലരാതെ തന്നെ തേനെടുക്കണം. അതുപോലെ തുണികൾ കെട്ടി അതിൻ്റെ മുകളിലോട്ട് വേണം ഇടാൻ. കുഞ്ഞീച്ചകളെ ഒന്നും നഷ്ടപ്പെടുത്താതെ വേണം തേനെടുക്കാൻ. ഇതെല്ലാം ഞാൻ മുൻകാലത്തെ വീഡിയോയ്ക്കകത്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. തേനെടുക്കുന്ന വീഡിയോ ആകുമ്പോൾ നമുക്ക് കേട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയാണ് ഒരിക്കൽ കൂടി ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്കിതുപോലുള്ള കത്തി ഉപയോഗിച്ച് നമുക്ക് ശ്രദ്ധാപൂർവ്വം നമുക്ക് തേനെടുക്കാൻ സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ സൈഡിലുള്ള മെഴുക കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ചെത്തി ചിരണ്ടി വൃത്തിയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നീട് സ്പേസ് പെട്ടിക്കകത്ത് കുറഞ്ഞു പോകും. ഇത്രയും മുഴുത്ത പെട്ടിക്കകത്തായാൽ പോലും തേൻ വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഇതിന് ഇടതിരിവില്ലാതെ നമ്മൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ഇനിയും നമുക്ക് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഇത് ഒപ്പി എടുക്കണം. കാരണം ഇതിനകത്ത് കുഞ്ഞീച്ചകൾ വീണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒപ്പുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു സൈഡിൽ നിന്ന് റാണി നഷ്ടപ്പെട്ടു പോകാതെ ഇവിടെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു കാരണവശാലും ഇങ്ങോട്ട് റാണിക്ക് വരത്തില്ല. കാരണം ഇവിടെ ക്യാപ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ റാണി അപ്പുറത്ത് തന്നെയാണുള്ളത്. അപ്പോൾ റാണി നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്തെ തേനും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ശേഷം നമുക്ക് തേനെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് തുടച്ച് വൃത്തിയാക്കണം.
അതിനുശേഷം നമുക്ക് പെട്ടി അടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടി അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് ഭയങ്കരമായ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് പഴയ പെട്ടിയാണ്. മാത്രമല്ല മെഴുക കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടി അടയാനും ബെൻഡായും ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളുടെ മെഴുക് ഇതുപോലെ നമ്മൾ ശരിക്കും കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പ് ശരിക്കും തുറന്ന് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും അട പരത്തുന്ന പോലെ പരത്തുകയും ഉരുട്ടുകയും ഒക്കെ ചെയ്ത് പരമാവധി ഇതിനകത്തു നിന്നും പൂമ്പൊടി ഒക്കെ നീക്കം ചെയ്യണം. അങ്ങനെ പൂമ്പൊടി നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ അത് തേൻ്റെ അകത്ത് ഇട്ട് വെക്കണം. തേൻ ഏത് തേനും ആകട്ടെ, മോശമായതായാലും വേണ്ടില്ല നല്ലതായാലും വേണ്ടില്ല, ഏത് തേനകത്തും നമുക്ക് ഉണ്ടയാക്കി ഉരുട്ടി വെക്കാം. അപ്പം മാത്രമല്ല ഇതുപോലെ കെണിക്കൂടോ കാര്യങ്ങളോ നമുക്ക് വെക്കേണ്ട സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മെഴുകെടുക്കുവാനും നമുക്ക് അത് കഴുകിയിട്ട് പെട്ടിയിൽ തേക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാ ആൾക്കാരും മെഴുക വലിച്ചെറിഞ്ഞ് ദൂരെ കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. സൂക്ഷിച്ച് വെക്കുമ്പോൾ ഒരു കുപ്പിക്കകത്തിട്ട് അല്ലെങ്കിൽ ഒരു ഡെപ്പിക്കകത്തിട്ട് അടച്ച് നമ്മളിതുപോലെ തേനും ഒഴിച്ച് വെച്ചാൽ മതി. അപ്പം തേൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മെഴുകും ആവശ്യമുണ്ട്. പല ആൾക്കാരും ദൂരെ എറിഞ്ഞ് കളയുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. പല ആൾക്കാരോടും മെഴുക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള ഉത്തരം മാത്രമേ അവർ പറയുന്നുള്ളൂ. കാരണം അവർക്ക് മെഴുകിൻ്റെ ഉപയോഗം തീർത്തും അറിയത്തില്ല. കാരണം തേനീച്ചക്കൂട്ടിൽ അതിൻ്റെ മെഴുകിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാത്ത ഒത്തിരി പേരുണ്ട്. കാരണം തേനീച്ചയ്ക്ക് അതിൻ്റെ മെഴുക് അവരുടെ ഗോളങ്ങൾ നിർമ്മിക്കാനും അതുപോലെ കുഞ്ഞീച്ചകൾക്ക് വേണ്ടിയുള്ള കപ്പുകൾ നിർമ്മിക്കാനും ഒക്കെ അവർക്ക് മെഴുക് ആവശ്യമുണ്ട്. അതെല്ലാം മാത്രമല്ല വിടവുകൾ അടയ്ക്കാനും ഒക്കെ അവർക്ക് മെഴുകുണ്ട്. അതെല്ലാം അവരെടുക്കുന്നത് നമ്മുടെ ഈ പറയുന്ന തേനീച്ചക്കൂട്ടിൽ നിന്നും അവർക്ക് എടുക്കാൻ സാധിക്കും. പഴയ തേനീച്ചക്കൂട്ടിലാണെങ്കിൽ അവർക്ക് മെഴുക് അവിടെ ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ, മാത്രമല്ല പുതിയ തേനീച്ചക്കൂട്ടിൽ നമുക്ക് മെഴുക് ഇല്ല. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ പുതിയ തേനീച്ചക്കൂട്ടിൽ നമ്മൾ മെഴുക് വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് അവർക്ക് മെഴുക് ഉണ്ടാക്കിയൊക്കെ എടുത്തു വരുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി സമയം നഷ്ടം വരും. അപ്പം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ കൂടുകളിൽ മെഴുക് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. അതുപോലെ കൂടിൻ്റെ ഓട്ട കാര്യങ്ങളെല്ലാം നമ്മൾ അടച്ച് വെക്കുകയും ചെയ്യണം. മാത്രമല്ല ഇതിപ്പോൾ ഒരു മാസ്കിൻ്റെ ഇപ്പോൾ വെച്ച് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൊത്തല്ല. കാരണം ഇത് ഭയങ്കര വിടവാണ്. ഇങ്ങനെയുള്ള വിടവുകൾ നമ്മൾ അടയ്ക്കണമെങ്കിൽ മെഴുക് തന്നെ ആവശ്യമുണ്ട്. കാരണം മെഴുകാകുമ്പോൾ അത് ഉരുകി സെറ്റായി അവിടെ ശരിക്കും അവിടെ ഇരുന്ന് കൊള്ളും. അപ്പം അതിനാണ് നമ്മൾ മെഴുക് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും മെഴുകെല്ലാം സൂക്ഷിച്ച് വെച്ച് കൃത്യമായിട്ട് ഇതുപോലെ വിടവുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അടയ്ക്കണം. മാത്രമല്ല എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കാരണം ഞാൻ നല്ല നല്ല വീഡിയോ ഒരുപാട് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അത് പ്രയോജനം ചെയ്യും. മാത്രമല്ല എനിക്ക് ഒരു പ്രോത്സാഹനം കൂടെ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ചെറുതേനോ അതുപോലെ കത്തിയോ അതുപോലെ പെട്ടിയോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കത്തി ഒക്കെ. ഇത് നല്ല തേനെടുക്കാനൊക്കെ നല്ല കത്തിയാണ്. ഇത് നല്ലപോലെ കോരിയെടുക്കാൻ കഴിയും. നിങ്ങൾ കണ്ടായിരിക്കും ഞാൻ തേനെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കത്തിയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.